सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। कुमलं पूजयन् वेणुं श्यामलोऽयं कुमारक वेदवेद्यं परं ब्रह्म भासतां पुरतो मम। पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमदिशं हृदि भावयामि। ध्यायेत् पद्मासनस्थां विकसितवदनां पद्मपत्रायताक्षीं हेमाभां पीतवस्त्रां कनकलिदलसद्धेमपद्मां वराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरमुदां सर्वसम्पत्प्रदात्रीं सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ചൊല്ലുന്ന രണ്ട് ശ്ലോകങ്ങൾ ഏതാണ് എന്നുള്ളത് ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിമനോഹരമായിട്ടുള്ള ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണനകളാണ് പല ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത്. ഇവിടെയും അതിന്റെ ചില ഭാഗങ്ങൾ കാണാം. രസകരമായിട്ടുള്ള വരികളാണ് എന്നുള്ളത്. അതിന്റെ ആ ശബ്ദ ഗാംഭീര്യവും അർത്ഥ ഗാംഭീര്യവും എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും. കാളിദാസൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും, കേട്ടുണ്ടാവും. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. വാക്കും അർത്ഥവും പോലെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള, എന്താ പറഞ്ഞതിനർത്ഥം? ഇപ്പോ രാമ എന്നുള്ള ഒരു ശബ്ദം എടുത്തു കഴിഞ്ഞാൽ ആ രാമ ശബ്ദത്തില് ഉള്ള വാക്ക് അല്ലെ, രമയതി ഇതി രാമ, രമിപ്പിക്കുന്നവൻ ആരോ അവൻ രാമൻ. അപ്പൊ അതിന്റെ അർത്ഥാണ് രമിപ്പിക്കുന്നവൻ എന്നത് ആ ശബ്ദത്തിന്റെ അർത്ഥമാണ് അല്ലേ. എന്നാൽ പിന്നെ ആ വാക്ക് ആരെ സൂചിപ്പിക്കുന്നതാ? ദശരഥപുത്രനായ രാമൻ. അപ്പൊ രാമൻ എന്ന് പറയുമ്പോ ഈ രണ്ടും കൂടി ഒന്നിച്ചു ചേരണം. ദശരഥപുത്രനായ രാമനും രമിപ്പിക്കുന്ന ആള് എന്ന അർത്ഥം കൂടി ചേരുമ്പോഴാണ് ആ പദഭംഗി ഉണ്ടാവുക അല്ലെ. ഏട്ട എന്ന് വിളിക്കുമ്പോ ഏട്ട എന്ന രണ്ടക്ഷരം അതവിടെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? തന്നേക്കാൾ മുതിർന്നവൻ. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ആ ശബ്ദത്തിന് ഭംഗി ഉണ്ടാവുക. അപ്പൊ വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ, വാക്കും അർത്ഥവും കൂടി ഒന്നിച്ചു ചേർത്ത് ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു ചടങ്ങ്, ഈ ഒരു കാര്യപരിപാടി, കാളിദാസൻ പറയാണ്, ഈ ഒരു കാര്യപരിപാടി ഭംഗിയായി അവസാനിക്കാൻ വേണ്ടി, സാഹിത്യ നിർമ്മാണം ഭംഗിയാവാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ച് അതിനെ ഈ പറയുന്ന വാക്കും അർത്ഥവും ഒന്നിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഇതിനെന്താ അർത്ഥമുള്ളത് അല്ലെ. നമ്മൾ ഈ കേൾക്കുന്നതും ചൊല്ലുന്നതും ഈ വാഗർത്ഥങ്ങൾ ഒന്നിക്കണം, അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യമില്ല. എന്നിട്ടോ ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നത്? ജഗത പിതരൗ വന്ദേ, ഈ ജഗത്തിന്റെ പിതാക്കന്മാരായിട്ടുള്ള മാതാപിതാക്കളായിട്ടുള്ള അവരെ ഞാൻ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. ആരാണ് ആ പിതാക്കന്മാര്? പാർവതീ പരമേശ്വരവും, പാർവതീ പരമേശ്വരന്മാരെ വന്ദിക്കുന്നു. അപ്പൊ വാക്കും അർത്ഥവും ഒന്നിച്ചു ചേരാൻ വേണ്ടി അതുപോലെ ഒന്നിക്കപ്പെട്ടിട്ടുള്ള ഈ ജഗത് പിതാക്കന്മാരായിട്ടുള്ള പാർവതീ പരമേശ്വരന്മാരെ ഞാൻ വന്ദിക്കുന്നു എന്ന് കാളിദാസൻ പറയുന്നുണ്ട്.
അവിടെയുള്ള ഒരു രസം എന്താന്ന് വെച്ചാൽ ഈ പാർവതി പരമേശ്വരവും എന്നതിന് മറ്റൊരർത്ഥം കൂടി എടുത്തു കഴിഞ്ഞാൽ പാർവതീപ രമേശ്വരവും, ശിവനെയും വിഷ്ണുവിനെയും വന്ദിക്കുന്നു എന്നാക്കാനും സാധിക്കും. അതാണ് ആ കവിയുടെ മഹത്വം. പാർവതീപ പാർവത്യാഹ പതിഹി പാർവതീപ, രമായാഹ ഈശ്വര രമേശ്വര, പാർവതീപ രമേശ്വര. അപ്പൊ ഈ ഭഗവാൻ പരമേശ്വരനെയും വിഷ്ണുവിനെയും വന്ദിക്കുന്നു എന്നൊരർത്ഥവും ഇവിടെയുണ്ട്. അപ്പൊ ഈ സ്തുതിയിൽ പലയിടത്തും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ശ്രീമതി മഹതി ഇന്ന് ആ 2 ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ടാവും. അപ്പോ നമുക്കത് കേട്ടതിന് ശേഷം ഇന്നത്തെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. അവരത് ചൊല്ലട്ടെ. कटितटपीतदुकूल विचित्रमयूखतिरस्कृत चन्द्ररुचे प्रणत सुरासुरमौलिमणिस्फुरदं शूलसन्नख सान्द्ररुचे जितकनकाचलमौलिमणोर्जित निर्भर कुञ्जर कुम्भकुचे जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते विजितसहस्रकरैकसहस्रकरैकसहस्रकरैकनुते कृतसुरतारक संहरतारक संगरतारक सूनुनुते सुरथ समाधि समान समाधि 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 सुजातरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते. വളരെ ഗംഭീരായി. ഒരാള് എത്ര കേവനായിരുന്നാലും അയാളുടെ മഹത്വം എവിടെ മനസ്സിലാവാന്നറിയോ? നമ്മളൊരു കാര്യം ഏൽപ്പിക്കുന്ന സമയത്ത് ആ കാര്യം എങ്ങനെ ഭംഗിയായി ചെയ്യാൻ സാധിക്കും എന്നവർ ചിന്തിക്കും. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുമായിട്ട് അവർ സംസാരിക്കും. എന്നിട്ട് ഇത് എങ്ങനെയാണ് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വ്യാഖ്യാനമാല മുമ്പോട്ട് പോകുന്നത്. വളരെ സന്തോഷം തോന്നുകയാണ്. അപ്പൊ അതാണ്, ഇതൊക്കെയാണ് ദേവീ തത്വം മനസ്സിലായാലുള്ള ഗുണം. നമ്മൾ എത്ര കേമനായിരുന്നാലും നമുക്ക് എത്ര മഹിമ ഉണ്ടെങ്കിലും ഞാനിതൊന്നുമല്ല എന്നുള്ളൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമ്മുടെ കേമത്വം. അത് മറ്റുള്ളവരെ തിരിച്ചറിയണം. ശരി, അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് പോവാം. കടിതടപീതദുകൂല വിചിത്രമയൂഖതിരസ്കൃത ചന്ദ്രരുചേ പ്രണതസുരാസുരമൗലിമണിസ്ഫുരദം ശൂലസമ്മഖ സാന്ദ്രരുചേ ജിതകനകാചലമൗലിമദോർജിത നിർജ്ജര കുഞ്ജര കുംഭകുചേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. അല്ലയോ ശൈലപുത്രിയായിട്ടുള്ള മഹിഷാസുരമർദിനിയായിട്ടുള്ള അമ്മേ, അവിടുന്ന് വീണ്ടും വീണ്ടും ജയിച്ചാലും അവിടുന്ന് എങ്ങനെയാണ് അമ്മേ? കടിതടപീതദുകൂല വിചിത്രമയൂഖതിരസ്കൃത ചന്ദ്രരുചേ. കടിതടത്തില് അവിടുത്തെ അമ്മയുടെ അരക്കെട്ടില്, കടി അരക്കെട്ടിനാണ് കടി എന്ന് പറയാ. നമ്മള് ഇത് സഹസ്രനാമത്തിലൊക്കെ അതിന്റെ ആ ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അരക്കെട്ടില് എന്താണുള്ളത്? പീതദുകൂലം, നല്ല മഞ്ഞ നിറത്തിലുള്ള കൗശേയ വസ്ത്രം, മഞ്ഞപ്പട്ട് എന്ന് പറയാം. അരക്കെട്ടില് ആ മഞ്ഞപ്പട്ടുണ്ട്. ആ മഞ്ഞപ്പട്ടിന്റെ പ്രത്യേകത എന്താ? വിചിത്രമയൂഖ, വിസ്മയിപ്പിക്കുന്ന ശോഭയോട് കൂടിയതാണ് ആ മഞ്ഞപ്പട്ട്. അമ്മയുടെ അരക്കെട്ടിലുള്ള ആ മഞ്ഞപ്പട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന മയൂഖം, ശോഭ, ആ ശോഭയുള്ളതാണ്. അങ്ങനെ ശോഭയുള്ള ആ മഞ്ഞപ്പട്ട ഒരു ഭാഗത്ത്, ആ മഞ്ഞപ്പട്ട അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത്? തിരസ്കൃത ചന്ദ്രരുചേ, ആരോ അവിടെ തിരസ്കരിക്കപ്പെട്ടു. ഈ മഞ്ഞപ്പട്ടന്റെ ശോഭ കാരണം ആരോ അവിടെ തിരസ്കരിക്കപ്പെട്ടു. ആരാ തിരസ്കരിക്കപ്പെട്ടത്? ചന്ദ്രൻ. ചന്ദ്രന്റെ വിചാരം എന്തായിരുന്നു? ഞാനാണ് ഏറ്റവും ഭംഗിയുള്ള ആള്. അപ്പൊ ആ ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ശോഭ അമ്മയുടെ അരക്കെട്ടിലുള്ള ആ പീത വസ്ത്രത്തിൽ നിന്നും മഞ്ഞപ്പട്ടിൽ നിന്നും പ്രവഹിക്കുകയാണ്.
അങ്ങനെയുള്ള ആ ചന്ദ്രനിൽ രുചിയുള്ളവളെ, മനസ്സിലായില്ലേ? അമ്മയുടെ അരക്കെട്ടിലുള്ള മഞ്ഞപ്പെട്ട്, അതിന്റെ വിസ്മയകരമായ ശോഭ, ആ ശോഭ കൊണ്ട് തിരസ്കൃതനായ ചന്ദ്രനിൽ രുചിയുള്ളവളെ, മനസ്സിലായില്ലേ? അപ്പൊ ചന്ദ്രനായിട്ടുള്ള ബന്ധം നമ്മൾ ഇന്നലെ സംസാരിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇതില് അമ്മയുടെ ആ മഞ്ഞപ്പട്ടിന്റെ ശോഭ കാരണം ചന്ദ്രന്റെ പ്രകാശം മങ്ങുകയാണ്. ഇത്രയേ ആ വരിയുടെ ആശയമുള്ളൂ. പിന്നെ പറയാണ് പ്രണതസുരാസുര മൗലി മണിസ്ഫുരദം ശുലസന്നഖസാന്ദ്രരുചേ. പ്രണത, പ്രണത എന്ന് പറയുമ്പോ നമസ്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ തല കുനിച്ചിട്ടുള്ള സുരാസുര മൗലി മണിസ്ഫുരത്ത്, തല കുനിഞ്ഞതായ അല്ലെങ്കിൽ കുനിഞ്ഞതായ സുരന്മാരുടെയും അസുരന്മാരുടെയും ദേവാസുരന്മാരുടെ മൗലി മണിസ്ഫുരത്ത്, ശിരസ്സില് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മണി രത്നങ്ങള്. ദേവാസുരന്മാർക്ക് കിരീടങ്ങൾ ഉണ്ടാവും അല്ലേ? ആ കിരീടത്തിലൊക്കെ അനവധി എന്താ പറയാ അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ പതിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ദേവാസുരന്മാരുടെ ശിരസ്സിൽ പതിച്ചിട്ടുള്ള രത്നങ്ങളിൽ നിന്നും സ്ഫുരിക്കുന്ന, പ്രവഹിക്കുന്ന, പുറത്തേക്ക് വരുന്ന എന്ത് അംശുലസന്നഖസാന്ദ്രരുചേ. അംശു രശ്മികളാണ്, കിരണങ്ങളാണ്. ആ രത്നങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കിരണങ്ങള്. ആ കിരണങ്ങള് എവിടെ പതിക്കുന്നുണ്ട്, എവിടെ തട്ടുന്നുണ്ട്? അമ്മയുടെ മനോഹരങ്ങളായിട്ടുള്ള ലസന്നഖങ്ങളില്, വിലസിക്കുന്ന പരിലസിക്കുന്ന അമ്മയുടെ ആ മനോഹരങ്ങളായ നഖങ്ങളില് ഈ ദേവാസുരന്മാരുടെ കിരീടങ്ങളിലുള്ള മണിയുടെ രത്നങ്ങളുടെ ശോഭ അതിൽ പതിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് പതിച്ചിട്ട് ആ നഖങ്ങൾ അങ്ങനെ ശോഭിക്കുക. അങ്ങനെയുള്ള സാന്ദ്രരുചി, നിരന്തരം, അല്ലെങ്കിൽ സാന്ദ്രം എന്ന വാക്കിന് ഗാഠം എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ, ഘനീഭവിച്ച എന്നൊക്കെ. അപ്പൊ അങ്ങനെ ആ ശോഭയില് രുചിയുള്ളവള് എന്ന അർത്ഥം നമുക്ക് എടുക്കാം. അപ്പൊ ഒരാശയം മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ തല കുനിഞ്ഞിട്ടുള്ള സുരാസുരന്മാരുടെ ദേവാസുരന്മാരുടെ മൗലിയില് ശോഭിക്കുന്ന മണിയിൽ നിന്നും പ്രവഹിക്കുന്ന പ്രകാശം കാരണം, കിരണങ്ങൾ കാരണം അത് അമ്മയുടെ നഖങ്ങളിൽ തട്ടി ആ നഖങ്ങൾ ശോഭിക്കുകയാണ്. അങ്ങനെയുള്ള നഖങ്ങളുള്ള അമ്മേ, അവിടത്തേക്ക് നമസ്കാരം. പിന്നീട് പറയാണ് ജിത കനകാചല മൗലി മദോർജിത നിർജര കുഞ്ചര കുംഭകുചേ. ജിത കനകാചല മൗലി, ജിത ജയിക്കപ്പെട്ട. ആരെയാ അവിടെ ജയിച്ചത്? കനകാചല മൗലി. എന്താ ഈ കനകാചലം? സ്വർണപർവ്വതം. ഇവിടെ അത് അങ്ങനെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സുമേരു പർവ്വതത്തെയാണ്. സുമേരു പർവ്വതത്തിന് സ്വർണപ്രഭയാണെന്ന് പറയാം. അപ്പൊ സുമേരു പർവ്വതത്തിന്റെ മൗലിയില്, ഉന്നതമായ ശൃംഗത്തില്, സഹസ്രനാമത്തില് നമ്മൾ കേട്ടിട്ടുണ്ടാവും സുമേരു ശൃംഗ മധ്യസ്ഥ, കേട്ടിട്ടില്ലേ? സുമേരുവിന്റെ ആ ശൃംഗത്തില് അതിന്റെ മധ്യഭാഗത്തായിക്കൊണ്ടാണ് അമ്മ കുടികൊള്ളുന്നത്. അങ്ങനെ സുമേരുവിന്റെ ഉന്നത ശൃംഗത്തില് എന്താ അവിടെ ഈ സുമേരുവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ ഈ സുമേരു? നമ്മുടെ ദേവി ഉപാസകന്മാരായിട്ടുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് അറിയാം. ശ്രീചക്രമാണ് അല്ലേ? ശ്രീചക്രമാണ് സുമേരു. ആ ഒരു ആകൃതിയിലാണ് ശ്രീചക്രത്തെ രൂപപ്പെടുത്തുക. അപ്പോ അതിന്റെ മധ്യഭാഗത്തായിട്ട് ശ്രീചക്രരാജനിലയ അല്ലേ, കേട്ടിട്ടില്ലേ? അപ്പൊ ആ ശ്രീചക്രത്തിന്റെ മധ്യഭാഗത്തായിട്ട് കുടികൊള്ളുന്ന അമ്മ, ആ അർത്ഥം കൂടി ഇവിടെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോ സുമേരു പർവ്വതത്തിന്റെ ശൃംഗത്തിൽ ഉന്നതമായ ഭാഗത്ത് മതോർജിതങ്ങളായിട്ടുള്ള, മതം കൊണ്ട് എന്താ പറയാ ഉന്മത്തരായിട്ട്, ഇവിടെ ആനയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആനയിലേക്ക് നമുക്ക് അതിനെ അന്വയിക്കണം. കാരണം കുഞ്ചര എന്ന് മുമ്പിൽ വരുന്നുണ്ട്, കുഞ്ചര കുംഭം എന്ന് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ആനയുടെ മതത്തെ കുറിച്ചാണ് പറയുന്നത്. തുടർച്ചയായി വരുന്ന മതജലം മൂലം, ഊർജിതം എന്ന് പറയാൻ തുടർച്ചയായിട്ടുള്ള പ്രവാഹത്തിലാണ് ഇവിടെ ഊർജിത എന്നുള്ള പദം പ്രയോഗിച്ചത്. ആനയുടെ കുംഭസ്ഥലത്ത് അവിടെ നിന്ന് മതം പൊട്ടി അത് തുടർച്ചയായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് എന്തായി മാറും? ഒരു നിർജ്ജരമായിട്ട് മാറും. ചെറിയ അരുവിയായിട്ട് അത് മാറുക. ആ മതജലം അരുവിയായിട്ട് മാറി അത് അങ്ങനെയുള്ള ആനയുടെ കുഞ്ചര കുംഭത്തെ പോലെ തോന്നിപ്പിക്കുന്ന മാറിടത്തോടു കൂടിയ അമ്മയെ അവിടെ നിന്ന് ജയിച്ചാൽ. അപ്പൊ എന്തേ മനസ്സിലായി എന്ന് ചോദിച്ചാൽ,
സുമേരുവിന്റെ ഉന്നത ഭാഗത്ത്, സുമേരുവിന്റെ ശൃംഗമധ്യത്തില് അതിനെ ജയിച്ചവളാണ് അമ്മ. ആ ഭാഗത്ത് തുടർച്ചയായി വരുന്ന മദജലം, ഒരു അരുവിയെ പോലെ ഒഴുകി വരുന്ന മദജലം, അങ്ങനെ ആ മദജലത്തിന് കാരണക്കാരനായിട്ടുള്ള ആ ആന, ആ ആനയുടെ കുംഭസ്ഥലത്തെ നെറ്റിത്തടത്ത്, ആനയുടെ നെറ്റിത്തടം കണ്ടിട്ടുണ്ടാവും അല്ലേ, രണ്ടു ഭാഗം ഇങ്ങനെ മുഴച്ചു നിൽക്കും, അതുപോലെ തോന്നിപ്പിക്കുന്ന വിസ്തൃതമായിട്ടുള്ള മാറിടത്തോടു കൂടിയ അമ്മയെ അവിടുന്ന് ജയിച്ചാലും. ഇതാണ് ആ നിലയുടെ സാമാന്യമായിട്ടുള്ള ആശയം. പിന്നീട് പറഞ്ഞു, ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകപർദ്ദിനി ശൈലസുതേ. മഹിഷാസുരമർദ്ദിനിയും മനോഹരങ്ങളായ ജടാഭാരങ്ങളോട് കൂടിയതായിട്ടുള്ള അമ്മയെ അവിടുന്ന് ജയിച്ചാലും. മനസ്സിലാവുന്നല്ലോ? ഇനി അത് രണ്ടാമത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. വിജിത സഹസ്രകരൈക 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 നുതേ കൃതസുരതാരക സംഹരതാരക സങ്കരതാരക സൂനുതേ. ഇവിടെ പറയാണ് വിജിത സഹസ്രകരയാണ് അമ്മ. അമ്മ ഇവിടെ ഈ സഹസ്രകര ശബ്ദം 3-4 തവണ ആവർത്തിക്കുന്നുണ്ട്. നല്ല ശ്രദ്ധ വേണം. വിജിത സഹസ്രകര, അമ്മയുടെ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. 1000 കൈകളുള്ളവനെ ജയിച്ചവളാണ് അമ്മ. 1000 കൈകൾ ഉള്ള ആളെ ജയിച്ച ആളാണ് അമ്മ. ഇവിടെ ആരാണ് ഈ 1000 കൈകളായിട്ട് ആരെയാണ് സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കാർത്തവീര്യാർജുനനെയാണ്. കാർത്തവീര്യാർജുനന് സഹസ്രകരങ്ങളുണ്ട്. കാർത്തവീര്യാർജുനൻ ഒരിക്കല് ദേവിയെ ഉപാസിച്ച് ശ്രീവിദ്യാരൂപത്തില് അമ്മയെ ഉപാസിച്ച് വരങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ. അങ്ങനെയുള്ള കാർത്തവീര്യാർജുനനെ തന്റെ അധീനത്തിലാക്കിയവള്, തന്റെ ദാസനാക്കിയവള്. അപ്പൊ അതാണ് വിജിത സഹസ്രകര, 1000 കയ്യിലുള്ളവനെ ജയിച്ചവള്. പിന്നെ പറയാണ് ഏകസഹസ്രകര. ഞാൻ അവിടെ മുറിച്ചു കേട്ടോ. ഏകസഹസ്രകര, അമ്മയുടെ അവസ്ഥ എന്താ? അമ്മയ്ക്കുണ്ട് ഈ 1000 കൈകള് അല്ലെ, സഹസ്രാരാംബുജാരൂഢ അല്ലേ, 1000 കൈകൾ അമ്മയ്ക്കുണ്ട്. പിന്നെയോ വീണ്ടും പറയാണ് ഏകസഹസ്രകരൈകനുതേ. ഇനി ആ ഏകസഹസ്രകര ശബ്ദത്തിന് ഉള്ള അർത്ഥം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. 1000 കിരണങ്ങള് ഉള്ളവള്, 1000 കിരണങ്ങൾ. അതായത് എന്താണ് ആ വാക്കിന് നമ്മള് ശാസ്ത്രപ്രകാരം അർത്ഥം പറയാം? സഹസ്രം കിരണാഹ അസ്യാഹ ഇതി സഹസ്രകല. മറ്റൊരു അർത്ഥാണ് 1000 കിരണങ്ങൾ ഇവൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെയുള്ളവൾ, അതിശോഭയായിട്ടുള്ളവള്, മനോഹരിയായിട്ടുള്ളവള് എന്നർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ സൂര്യനെ പോലെ ശോഭിക്കുന്നവൾ. അപ്പൊ അങ്ങനെ കാർത്തവീര്യാർജുനനെ ജയിച്ച്, അല്ലെങ്കിൽ കാർത്തവീര്യാർജുനനെ തന്റെ അധീനത്തിലാക്കി സ്വയം 1000 കൈകൾ ധരിച്ച് സൂര്യന്റെ ശോഭയാൽ ശോഭിക്കുന്നവള്, അല്ലെങ്കിൽ സൂര്യനാൽ പോലും വന്ദിക്കപ്പെടുന്നവൾ. ഏകസഹസ്രൈകനുതേ, നമസ്കരിക്കപ്പെട്ടവൾ എന്നവിടെ പ്രയോഗമുണ്ട്. അപ്പൊ സൂര്യൻ പോലും നാണിച്ച് നമസ്കരിക്കുന്ന ആള്. നമ്മൾ ആദ്യം പറഞ്ഞു സകല ദേവീദേവന്മാരുടെയും തേജസ്സിൽ നിന്നാണ് അമ്മയുടെ ആവിർഭാവം എന്നുള്ളത് കൊണ്ട് ഇവിടെ സൂര്യനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ സൂര്യൻ പോലും അമ്മയുടെ മുമ്പില് തൊഴു കൈകളോടെ നിൽക്കുകയാണ്. അതാണ് ഇവിടെ അതിന്റെ ഭാവം. അപ്പൊ അത് മനസ്സിലായിണ്ടാവും. ഇനി അടുത്ത വരി കൃതസുരതാരക സംഹരതാരക സങ്കരതാരക സൂനുതേ. കൃതസുരതാരക, സുരന്മാരെ, ദേവന്മാരെ മറുഭാഗത്തെത്തിച്ചവള്, താരണം ചെയ്യിപ്പിക്കുന്ന അല്ലെ, താരക, താരണം ചെയ്യിപ്പിക്കുക, അക്കരെ എത്തിക്കുക, ഇക്കരെ നിന്ന് മറുഭാഗത്തേക്ക് എത്തിക്കുക. അപ്പൊ എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരാളുടെ സഹായം വേണ്ടി വരും. നമ്മൾ പുഴയൊക്കെ കടക്കുമ്പോൾ നമുക്ക് തോണി വേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ ഒരു വടിയെങ്കിലും, അല്ലെങ്കിൽ ആഴമില്ലാത്ത പുഴയാണെങ്കിൽ വടിയെങ്കിലും വേണം നമുക്കത് തപ്പി ആഴം നോക്കി അപ്പുറം കിടക്കണമെങ്കിൽ. അപ്പൊ ഇവിടെ സുരന്മാരെ മറുഭാഗത്ത് എത്തിക്കുക. എന്താണ്? അസുരന്മാരുടെ ഉപദ്രവം ഉണ്ടാവുമ്പോ, അധർമ്മം പെരുകുമ്പോ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ സമയത്തിന് അവതരിക്കും. അതാണ് ഇവിടെ സുരന്മാരെ മറുകണ്ഠം എത്തിച്ചവൾ എന്ന അർത്ഥത്തിലെടുത്തത്. പിന്നെ പറയാണ് സംഹരതാരക, താരകാസുരനെ സംഹരിച്ച ആര്? അമ്മയല്ല കേട്ടോ. താരകാസുരനെ സംഹരിച്ചിട്ടുള്ള സങ്കരതാരക, യുദ്ധരംഗത്ത്
സങ്കരം എന്നുള്ളതിന് ഇവിടെ എടുക്കുന്ന അർത്ഥം ആപത്ത് എന്നൊക്കെയാണ്. യുദ്ധം എന്നെടുക്കാം, ആപത്ത് എന്നെടുക്കാം. അപ്പൊ ഒരു ആപത്ത് വന്ന സമയത്ത് ആ ആപത്തില് ഒരു താരകമായി പരിശോഭിച്ച, ഒരു നക്ഷത്രം പോലെ പരിശോഭിച്ച സൂനു, മകനായിട്ടുള്ള ആളുടെ പേര് പറഞ്ഞിട്ടില്ല, കാർത്തികേയൻ. ആ കാർത്തികേയനാൽ നമസ്കരിക്കപ്പെട്ടവളെ എന്നർത്ഥം. എന്ത് മനസ്സിലായി? ദേവന്മാർക്ക് അവരെ മറുഭാഗത്തെത്തിച്ച, അവരെ രക്ഷിച്ച സംഹരതാരകനായിട്ടുള്ള, താരകാസുരനെ നിഗ്രഹിച്ച സങ്കര താരകമായിട്ടുള്ള, ആപത്തിൽ നിന്നും രക്ഷിച്ച, യുദ്ധ ക്ഷേത്രത്തിൽ ഒരു നക്ഷത്രത്തെ പോലെ ശോഭിച്ച കാർത്തികേയനാൽ നമസ്കരിക്കപ്പെട്ടവളെ അമ്മേ, അവിടുന്ന് വീണ്ടും വീണ്ടും ജയിച്ചാലും. പിന്നെ അടുത്ത വരി പറയാണ്, സുരഥ സമാധി സമാന സമാധി 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 സുജാതരത്തെ. എന്താ പറയുന്നത്? സുരഥൻ, നല്ല രഥമുള്ള ആളെയാണ് സുരഥൻ എന്ന് പറയാം. ഇവിടെ സുരഥൻ എന്ന് പറഞ്ഞത് ചന്ദ്രവംശത്തിൽ ജനിച്ച ഒരു രാജാവിനെ പറ്റിയ. ഈ രാജാവ് വളരെ നല്ലൊരു ദേവീഭക്തനായിരുന്നു. അപ്പൊ എപ്പോ നോക്കിയാലും രാജാവിന് ദേവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും ദേവിയുടെ കഥകൾ പറയാനേ നേരം ഉണ്ടായുള്ളൂ. അതുപോലെ മറ്റൊരാളുണ്ടായിരുന്നു സമാധി, ഒരാളുടെ പേരാണ്, ഒരു വൈശ്യനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം അതെ നല്ല ദേവി ഉപാസകനായിരുന്നു. അപ്പൊ ഈ സുരഥൻ എന്ന ചന്ദ്രവംശ രാജാവിനും സമാധി എന്നുള്ള വൈശ്യനും സമാന സമാധി, അവർക്ക് രണ്ടാൾക്കുള്ള ഭാവം എന്താ? രണ്ടാളും രാജാവാണെന്നോ കച്ചവടക്കാരനാണെന്നുള്ള ഭേദവ്യത്യാസം, ഭേദഭാവം ഇല്ലാതെ രണ്ടുപേരും ഒരേപോലെ ഏകാഗ്രമായിട്ടിരുന്ന ആളുകളാ, സമാന സമാധിയിൽ ഇരുന്ന ആളുകളാണ്. രണ്ടുപേരും അമ്മയെ ഭജിച്ചവരാണ്. അവർക്ക് എന്തുണ്ടായി? സമാധി സമാധി സുജാതരത്തെ. ആദ്യത്തെ പിന്നെ പറയുന്ന ആദ്യത്തെ സമാധിക്ക് എന്താ അവിടെ അർത്ഥം എടുക്കേണ്ടത്? ഒരു വചന അഭാവം എന്ന് പറയാം, വാക്കുകളില്ലാത്ത അഭാവം. അവരങ്ങനെ ധ്യാനിച്ച് ഏകാഗ്രമായിരിക്കുന്ന സമയത്ത് പിന്നെന്താ, അമ്മയുടെ ആ തിരുരൂപം മനസ്സിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലേ? നമ്മൾ എന്താണോ വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കാര്യം അത് മുമ്പിൽ പ്രത്യക്ഷമാകുമ്പോ, അല്ലെങ്കിൽ ആ കാര്യം സാധിക്കുമ്പോ നമുക്ക് പലപ്പോഴും വാക്കുകൾ പ്രവഹിക്കാറില്ല, അല്ലേ? ഇങ്ങനൊരു സംഭവം നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട്. ധ്രുവോപാഖ്യാനത്തില് ധ്രുവന്റെ തപസ്സിന്റെ അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, ഇല്ലേ, ഓർമ്മ ഉണ്ടാവും, ഭഗവാന്റെ ആ ഒരു തിരുരൂപം കണ്ട സമയത്ത് അമ്പരന്ന് നിൽക്കുകയാണ്. അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് കുട്ടിമുണ്ടിരുന്നില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? സ്പർശബാലം കൃപയാ കപോലേ, ആ കപോലത്തിൽ ഭഗവാൻ ഒന്ന് തൊട്ടു. അപ്പോഴാണ് ആ ശ്ലോകങ്ങൾ പ്രവഹിച്ചത്, അല്ലേ? പ്രഹ്ലാദന്റെ കഥയിൽ നമുക്കിത് കാണാം. അപ്പൊ ആ ഒരു വിസ്മയകരമായിട്ടുള്ള സാഹചര്യത്തിൽ ഭഗവാന്റെ സ്പർശം കൊണ്ട് അവർക്ക് വാക്കുകൾ വരിക. അപ്പൊ അതേ അവസ്ഥ തന്നെ അവിടെ, വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഈ രണ്ടുപേർക്കും ഭക്തി കൊണ്ട്, ഉപാസന കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഇത് വാസ്തവത്തിൽ ഒരു സത്യം നമുക്ക് പറഞ്ഞു തരികയാണ്. അതിയായിട്ട് ഉപാസനയില് ശ്രദ്ധിക്കുന്ന ആളുകള്, ഭക്തിയിലും മുഴുകുന്ന ആളുകള്, അവരൊന്നും വല്ലാണ്ട് സംസാരിക്കില്ല. സംസാരിക്കാൻ നിർബന്ധിച്ചാൽ മാത്രം അവർ സംസാരിക്കൂ, അല്ലേ? അല്ലാത്തവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പൊ അങ്ങനെ വാക്കുകളില്ലാത്ത ഒരവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. പിന്നെ വീണ്ടും പറഞ്ഞു സമാധി. അവിടെ കൃത്യമായിട്ടുള്ള ധ്യാനത്തെ സൂചിപ്പിക്കുകയാണ്, ഇന്ദ്രിയ നിഗ്രഹത്തെ കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ആ സമാധി അവസ്ഥയിൽ എന്താ ഈ സമാധി എന്നതിന് ശരിക്കും അർത്ഥം പറഞ്ഞാല് അഹം ബ്രഹ്മേത്യവസ്ഥാനം സമാധി സമാധി ഗീയതേ. ഞാൻ തന്നെയാണ്, അഹം ബ്രഹ്മ. ഈ ശരീരത്തില് കുടികൊള്ളുന്ന പ്രാണൻ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ശരീരത്തിലുള്ള ജീവൻ തന്നെയാണ് ബ്രഹ്മം, ഈശ്വരൻ. ഈ തത്വത്തെ മനസ്സിലാക്കലാണ് സമാധി എന്നൊരിടത്ത് പറയുന്നുണ്ട്. മറ്റൊരിടത്ത് പറയുന്നു ധ്യേയമേവ ഹി സർവത്ര ധ്യാതാ തല്ലയതാം ഗത പശ്യതി ദ്വൈതരഹിതം സമാധിസ്സോ വിധീയതേ. എന്താണ് സമാധി എന്ന് പറയുന്നത്? ധ്യേയമേവ ഹി സർവത്ര ധ്യാതാ തല്ലയതാം ഗത. ധ്യേയവും ധ്യാതാവും ധ്യാനവും ഇത് മൂന്നും ഒന്നായിത്തീരുന്ന അവസ്ഥ. ഞാൻ എന്ന ഭാവം ഉണ്ടാവില്ല, ഭഗവാൻ എന്നുള്ള വേറിട്ടൊരു ഭാവം ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന ദ്വൈതരഹിതമായിട്ടുള്ള അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക. രണ്ടല്ലാത്ത അവസ്ഥ. അപ്പൊ ഭഗവാൻ വേറെ, ഞാൻ വേറെ എന്നല്ല, ഇത് രണ്ടും ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരലാണ് ധ്യാനം, സമാധി. അങ്ങനെയുള്ള ഒരു അവസ്ഥയില്, ആ അവസ്ഥയിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ അവരെ കൊണ്ടുചെന്ന് എത്തിച്ച അമ്മേ, അവിടുന്ന് ജയിച്ചാലും
അല്ലെങ്കിൽ ആ സമാധി അവസ്ഥയില് ജാതയായിട്ടുള്ള നല്ലവണ്ണം അവർക്ക് പ്രത്യക്ഷമായിട്ടുള്ള അതാണ് സുജാത. അങ്ങനെ പ്രത്യക്ഷയായിട്ടുള്ള അമ്മയെ അല്ലെങ്കിൽ അവരുടെ സമാധിയിൽ രഥയായിട്ടുള്ളവളെ ആനന്ദിക്കുന്നവളെ അവിടുന്ന് വീണ്ടും വീണ്ടും ജയിച്ചാലും. എന്റെ അർത്ഥം കിട്ടി. സുരഥൻ എന്ന രാജാവിനും സമാധി എന്ന വൈശ്യനും ഒരേപോലെ ഏകാഗ്രമായി ധ്യാനിക്കുന്ന അവർക്ക് ഒരേ ഭാവത്തില് പിന്നെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവാണ്, അമ്മയുടെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടുകയാണ്. പിന്നെയോ അവര് വാക്കുകളൊന്നും ഉരുവിടാൻ സാധിക്കാതെ വളരെ ശ്രദ്ധയോടെ ഏകാഗ്ര ഭാവത്തോടെ ഈ സകല ഇന്ദ്രിയങ്ങളെയും ബാഹ്യേന്ദ്രിയങ്ങളെയും എന്താ പറയാ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ചുകൊണ്ട് ധ്യാനഭാവത്തില് ഇരുന്ന അവരുടെ മനസ്സിൽ ആവിർഭവിച്ചവളെ, അവർക്ക് ദർശനം കൊടുത്തവളെ, അവരിൽ സന്തോഷിച്ചവളെ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള അമ്മയെ, മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള അമ്മയെ അവിടുന്ന് വീണ്ടും വീണ്ടും ജയിച്ചാലും എന്ന് പറയാണ്. അപ്പോ ഈ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ ചില ശബ്ദങ്ങൾ സംഹരതാരക, സങ്കരതാരക, പ്രാസം എന്നൊക്കെ പറയാം, ശബ്ദഭംഗി. അപ്പൊ ആ രീതിയിൽ ചില പുസ്തകങ്ങളിൽ ഈ സങ്കരതാരക എന്ന് തന്നെ 2 തവണ 3 തവണ ആവർത്തിച്ച് കാണാം. ഒരേ ശബ്ദം ആവർത്തിക്കുമ്പോൾ സൂക്ഷിക്കണം. മറ്റു ചില പുസ്തകങ്ങളിൽ നമ്മൾ പരിശോധിക്കണം ഏതാണ് ശരി എന്നുള്ളത്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകം പാലക്കാട് ശിവാനന്ദാശ്രമത്തിൽ നിന്ന് പുറത്തിറക്കിയ സന്യാസിവര്യന്മാര് പരിശോധിച്ച് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് ആധാരമായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിന്റെ വ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞാൽ നിലവിൽ ഇതിന്റെ വ്യാഖ്യാനം ഒന്നും അവിടെ കിട്ടാനില്ല. കാരണം ഇതൊരു വിഷമം പിടിച്ച പണിയാണ്. ഇതിനകത്തുള്ള അർത്ഥങ്ങളെ ചകഞ്ഞെടുക്കുക, അത് പുറത്തേക്ക് കൊണ്ടുവരിക, ഇതിനൊന്നും ആരും മെനക്കെടില്ല. സരള സാധ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ആ പലർക്കും താല്പര്യം അല്ലെ. ഒരു സുഭാഷിതം വ്യാഖ്യാനിക്കുക, ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ഭൂഷണൈ കിം പ്രയോജനം. ഇങ്ങനെ എളുപ്പമുള്ള സുഭാഷിതങ്ങൾ. ഹസ്തസ്യ കൈയുടെ ഭൂഷണം, ആഭരണം എന്താ? ദാനം ചെയ്യലാണ്. അപ്പൊ കൈയുടെ ആഭരണം എന്ന് പറഞ്ഞാൽ വളയും വാച്ചും മോതിരമൊന്നും അല്ല, ദാനമാണ് കൈക്ക് ആഭരണം. ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, കണ്ഠത്തിന്റെ കഴുത്തിന്റെ ഭൂഷണം എന്താ? സത്യമാണ്. ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ചെവിയുടെ ആഭരണം എന്ന് പറയുന്നത് കമ്മലല്ല, ശാസ്ത്രം ശ്രവിക്കലാണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് ഭൂഷണൈഹിക്കും പ്രയോജനം. ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ ആളുകൾ ധാരാളം ഉണ്ടാവും. പക്ഷെ ഇത്തരത്തിലുള്ള ഗഹനങ്ങളായിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങൾ പറയുന്ന ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാൻ ആളെ കിട്ടില്ല. അതുകൊണ്ട് പുസ്തകങ്ങളിലൊക്കെ പോയി തപ്പിക്കഴിഞ്ഞാൽ കിട്ടില്ല. അഥവാ കിട്ടിച്ചാലും ഒന്ന് മറിച്ചു നോക്കി നമ്മളത് ആ മൂലക്കിടും. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെ കിട്ടുക. അതുകൊണ്ട് ലേശം കഠിന സാധ്യമായിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇന്ന് എന്താണെന്ന് വെച്ചാൽ 7:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇന്നത്തെ വ്യാഖ്യാനം തുടർന്നു. കാരണം ഈ ശ്ലോകം അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് അതിന്റെ ഗഹനത കുറയുന്നുണ്ട്. ഈ നാളെ മറ്റന്നാൾ ആവുമ്പോഴേക്ക് തീരെ ഉണ്ടാവില്ല, പെട്ടെന്ന് കഴിയും. അപ്പൊ അതുകൊണ്ട് അവസാന ഭാഗം ആകുമ്പോഴേക്ക് അത് ആരോഹണ അവരോഹണ ക്രമം അല്ലെ, ദേവിയുടെ ആ ചരിത്രത്തിലൊക്കെ അത് കാണാം, സഹസ്രനാമത്തിലും കാണാം. ആരോഹണ അവരോഹണ ക്രമം പ്രത്യേകിച്ചുണ്ടാവും. ശങ്കരാചാര്യ സ്വാമികളും ആ ക്രമം വിട്ടിട്ടില്ല. തുടക്കത്തില് ഒരു ചെറിയ ഒരു ഇതിൽ തുടങ്ങി, പിന്നെ ആരോഹണമായി, പിന്നെ അവരോഹണമായി, അത് ഉയർച്ച താഴ്ചകൾ അവിടെ ധനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ദേവീ ഭാവത്തെ നമ്മൾ വളരെ ഭക്തിഭാവത്തോടെ വാസിക്കേണ്ടവരാണ്. അപ്പൊ നമുക്ക് ഇന്നലെ വൈകുന്നേരം പൂജകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അഷ്ടമിക്ക്. അപ്പൊ പല രൂപത്തില് ദേവീഭാവത്തെ നമ്മൾ ആരാധിക്കാറുണ്ട് അല്ലേ. യാ ദേവി എന്താ പറയാ, സർവഭൂതേഷു ഭക്തിരൂപേണ സംസ്ഥിത, നമസ്തസ്യൈ 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 നമോ നമഃ. പിന്നെ പറയും, യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത, നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത. ഇതൊക്കെ എന്തിനാണ് ഭക്തി, ശക്തി, ലജ്ജ എന്നൊക്കെ ദേവീഭാവം ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഇതൊക്കെ നമുക്ക് വേണം, വേണ്ടേ? ഒരു മനുഷ്യനായാൽ ശക്തി വേണം, ഭക്തി വേണം, ലജ്ജ വേണം, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ആർജിക്കേണ്ടതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതിനൊരു ദേവീഭാവം കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തവൻ മനുഷ്യനല്ല. വേണ്ടടത്ത് ഇതൊക്കെ വേണം, വേണ്ടടത്ത് ശക്തി പ്രയോഗിക്കണം, വേണ്ടടത്ത് ലജ്ജ കാണിക്കണം, വേണ്ടടത്ത് ഭക്തി കാണിക്കണം, വേണ്ടാത്തടത്ത് ഭക്തി കാണിക്കരുത്. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാനാണ് എന്നുള്ള ഈ പറഞ്ഞ ശ്ലോകങ്ങൾ പോലും നമ്മളെ നന്നാക്കാനാണ് എന്ന്. ദേവിക്ക് ഇപ്പൊ ഇത് കേട്ടാൽ എന്ത്, കേട്ടില്ലെങ്കിൽ എന്ത്, പക്ഷെ ഇതൊക്കെ നമുക്കുള്ളതാണ്.
നല്ല വ്യക്തിത്വം രൂപപ്പെടുത്താൻ ഭംഗിയാക്കാൻ ആചാര്യന്മാരെ തന്നിട്ടുള്ളതാണ് എന്ന ബോധ്യത്തോടെ വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ. അപ്പം ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഏതായാലും ലേശം സമയമുള്ളതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ചോദിക്കാം. പരമേശ്വരേട്ട, ഞാനും പരിചയപ്പെടാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അന്ന് എല്ലാവരും പരിചയപ്പെട്ടിട്ടില്ല.